നാളത്തെ നല്ലൊരു ആർട്ടിസ്റ്റായി മാറും നിങ്ങൾ. ആയൊരു അനുഗ്രഹം എനിക്ക് കിട്ടി. എൻ്റെ മക്കൾ എഴുതുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന്. അതിനെ കോടമ്പുഴേനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്, പക്ഷേ പുതിയതാണെന്നൊന്നും തോന്നില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, ഫ്രണ്ട്സേട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന്, അതൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ശ്രീനിച്ചേട്ടൻ്റെ ജീവിതത്തിൽ. അയാൾ കഥ എഴുതുക എന്നുള്ള സിനിമയാണ് ഞാൻ ആദ്യം ചെയ്തത്. അത് എൻ്റെ നാടകം കണ്ടിട്ട് കുറേ ഡയറക്ടേഴ്സ് വന്നെന്ന് പറഞ്ഞു, കമൽ സാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നാടകം കണ്ട് കമൽ സാർ വിളിച്ചു. 3ാമത്തെ വർഷത്തിലാണ് അയാൾക്ക് കഥ എഴുതുകയാണെന്നുള്ള പടം തുടങ്ങിയത്. അന്ന് വിളിച്ചു, കണ്ണൂരാണ് ഷൂട്ടെന്ന് പറഞ്ഞു. കണ്ണൂർ ചെന്നു. നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കൊല്ലം ചൈതന്യയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് കുറച്ച് ദിവസത്തെ നാടകം ഇല്ല. ആ സമയത്താണ് വിളിച്ചു ചെന്നപ്പം സാറ് ഉണ്ട്, ശ്രീനിച്ചേട്ടനുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നെ അറിയുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയുമോയെന്ന് ചോദിച്ചാൽ അറിയും. അതായത് ഞങ്ങൾ കണ്ണൂർ നാടകം കളിക്കാൻ പോകുമ്പം ശ്രീനിച്ചേട്ടനൊരു ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് 1-2 സ്റ്റേജിൽ വന്നിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നാടകത്തിൻ്റെ സ്റ്റേജിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊന്നുമില്ല. എന്നോട് സംസാരിക്കലേ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ വന്നില്ലല്ലോ. ശരി, അപ്പോൾ ഇത് സിനിമയാണ്, സന്തോഷം. അത് കഴിഞ്ഞ് കുറച്ച് അഭിനയങ്ങളൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ അന്ന് ജ്ഞാന വാരിക കോടമ്പുഴ എന്ന് പറഞ്ഞ PR-ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വരൂ, 2 വർത്താനം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ അഭിനയിച്ചത് ശരിയായിട്ടില്ല, അത് ഒരാളോട് പറയാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞാൽ പോരാ. ഡയറക്ടർ കമലൊക്കെ നല്ല അഭിനന്ദനമൊക്കെ പറഞ്ഞെങ്കിലും എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാനൊരാളോട് പറയാൻ പോവാ. സത്യത്തിൽ എൻ്റെ വയറൊന്ന് ശരിക്കും പതച്ചു. അതിനെ കോടമ്പുഴേനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്, പക്ഷേ പുതിയതാണെന്നൊന്നും തോന്നില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, ഫ്രണ്ട്സേട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന്, അതൊക്കെ നിങ്ങൾ തമ്മിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് അങ്ങനെ എന്നെ ഇൻ്റർവ്യൂ കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിന്ന്. ഞാൻ പറഞ്ഞു, എന്നാലും എന്നെ ഇത്ര പേടിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വലിയ ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായിട്ട് നിൽക്കുകയാണ്. ഒത്തിരി പറഞ്ഞു തന്നു സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ. നാടകം ഞാൻ കണ്ടതാണ് നിങ്ങളുടെ, അതുകൊണ്ട് നാടകം ചെയ്യും പോലെ അത്ര ഓവറായിട്ടൊന്നും ചെയ്യേണ്ട, എല്ലാം ഒതുക്കി ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ നാടകം കുറേ, അതുകൊണ്ട് നിങ്ങൾക്ക് സിനിമയിൽ വിജയിക്കാൻ പറ്റും. നാളത്തെ നല്ലൊരു ആർട്ടിസ്റ്റായി മാറും നിങ്ങൾ. ആയൊരു അനുഗ്രഹം എനിക്ക് കിട്ടി. അധികം പടങ്ങളിലൊന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് പടങ്ങളിലൊക്കെ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഞാൻ പുള്ളിക്ക് സുഖമില്ലാണ്ട് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പം എൻ്റെ മോളെപ്പോലെ ഒരു കുട്ടി അമൃത ഹോസ്പിറ്റലിൽ പരിചയമുള്ള കുട്ടിയുണ്ട്, സുരഭി എന്ന് പറയും, അവളാണ് എൻ്റെ കൂടെ വന്നേക്കുന്നത്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ശ്രീനിച്ചേട്ടനുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കണു, പോവുക വെച്ചു. ഞാൻ പോവാന്ന് പറഞ്ഞു. അവൾ എന്നെ കൂട്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ വൈഫുണ്ട്, ചേട്ടനുണ്ട്. വേഗം കണ്ടപ്പോൾ സംസാരിച്ചു, നമുക്ക് ഇനി വർക്ക് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു, പിന്നെ വേണ്ടേ, എന്നാൽ ശരി, എൻ്റെ മക്കൾ എഴുതുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു പടത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന്. പിന്നെ കണ്ടത് ഞങ്ങൾ അമ്മയുടെ അവിടെ വന്നിട്ടാണ്. അപ്പോൾ അവിടെയും ചെന്നു, ഞാൻ സംസാരിച്ചു, ആ കാല് തൊട്ട് നമസ്കരിച്ച്. എല്ലാ അനുഗ്രഹങ്ങളും സിനി ഫീൽഡിൽ എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും എനിക്ക് പറയാനില്ല. എന്തായാലും നിത്യശാന്തി ആത്മാവിന് കൊടുക്കട്ടെ എന്ന് സർവ്വ ജഗദീശ്വരന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.